ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ ഗ്രാമവികസന പരിപാടികൾ പ്രധാനമായിട്ടും സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ളതാണ് സിലബസിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ നീലോക്കേരി പ്രോജക്റ്റ് അഥവാ പദ്ധതി 1948 ഹരിയാനയിലെ കർണാൽ ജില്ലയിലാണ് നീലോക്കേരി സ്ഥിതി ചെയ്യുന്നത്. വളരെ വളരെ പ്രധാനമാണ്. നീലോക്കേരി പദ്ധതി ആവിഷ്കരിച്ച വർഷം 1948. നീലോക്കേരി ജില്ല സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ നീലോക്കേരി എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കർണാൽ ജില്ല, ഹരിയാന. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രദ്ധിക്കാം, എന്താണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും പഞ്ചാബിലേക്ക്, ഇന്ത്യയിലെ പഞ്ചാബിലേക്ക് കുടിയേറിയ അഭയാർത്ഥികളെ പാർപ്പിക്കാനാണ് ആദ്യം നീലോക്കേരി പദ്ധതി ആരംഭിച്ചത്. പിന്നീട് ഇത് ചുറ്റുമുള്ള 100 ഗ്രാമങ്ങളുടെ അല്ലെങ്കിൽ 100 ഗ്രാമങ്ങളുമായി സംയോജിപ്പിച്ച് ഒരു റൂറൽ കം അർബൻ ടൗൺഷിപ്പ് ആയിട്ട് മാറി. നിങ്ങൾക്ക് മനസ്സിലായോ? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. ഇന്ത്യ വിഭജനം ഉണ്ടാകുകയും പാകിസ്ഥാൻ എന്ന് പറയുന്ന മറ്റൊരു പുതിയ രാജ്യം രൂപപ്പെടുകയും ചെയ്ത അവസരത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്നവരെ പാർപ്പിക്കാനായിട്ട് പഞ്ചാബ്, ശ്രദ്ധിക്കണം, അന്ന് ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടായിരുന്നില്ല, അല്ലെ? പഞ്ചാബ് എന്ന് പറയുന്ന ഒരു വലിയ സംസ്ഥാനം നിലവിലുണ്ടായിരുന്നു. ആ സംസ്ഥാനത്തായിരുന്നു ഇന്നത്തെ നീലോക്കേരി. തുടർന്നാണല്ലോ ഹരിയാന എന്ന് പറയുന്ന മറ്റൊരു സംസ്ഥാനം ഉണ്ടാകുന്നത്. അപ്പോ ഈ പറയുന്ന പഞ്ചാബിലെ നീലോക്കേരിയിലേക്ക് അഭയാർത്ഥികളെ അഭയാർത്ഥികളെ അവിടെ പാർപ്പിക്കണം. അപ്പൊ പാർപ്പിക്കുമ്പോൾ ഓരോ ദിവസവും അഭയാർത്ഥികളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ നീലോക്കേരി എന്ന് പറയുന്ന ആ ഒരു പ്രദേശവുമായി ചുറ്റപ്പെട്ട 100 ഗ്രാമങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു റൂറൽ കം അർബൻ ടൗൺഷിപ്പ് ഫോം ചെയ്തു. ഓക്കെ, അപ്പോ ഇതിനെയാണ് നമ്മൾ ഈ ഒരു ടൗൺഷിപ്പിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് നീലോക്കേരി പദ്ധതി. ഓക്കെ, നീലോക്കേരി ഒരു സ്ഥലത്തിന്റെ പേരാണ് എന്ന് പറയും. അതുപോലെ തന്നെ മസ്ദൂർ മൻസിൽ വളരെ പ്രധാനമാണ്. UPSC ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് മസ്ദൂർ മൻസിൽ എന്നറിയപ്പെട്ടിരുന്ന പദ്ധതി. അപ്പോൾ നീലോക്കേരിയിലാണ് ഈ പദ്ധതി ആരംഭിച്ചെങ്കിലും നീലോക്കേരിക്ക് ചുറ്റുമുള്ള 100 ഗ്രാമങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു റൂറൽ കം അർബൻ ടൗൺഷിപ്പ് ഫോം ചെയ്യുകയും അവിടെ ഈ അഭയാർത്ഥികളെ പാർപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, നീലോക്കേരി പദ്ധതി അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് മസ്ദൂർ മൻസിൽ. പദ്ധതിയുടെ ഉപജ്ഞാതാവ് 1948 SK ഡേ. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രാമീണ വികസന പദ്ധതിയാണ്. അപ്പോൾ ഗ്രാമീണ വികസനം തന്നെയാണ് വളരെ പ്രധാനം. ഏതൊരു പദ്ധതിയും വിജയിപ്പിക്കണമെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. ജനങ്ങളുടെ അന്നത്തെ വരുമാനം എന്ന് പറയുന്നത് കൃഷി അനുബന്ധ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ട് വേണം ഈ പറയുന്ന പദ്ധതിയെക്കുറിച്ച് കാര്യമായിട്ട് പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്പർ 1, അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുക. നമ്പർ 2, ജനങ്ങളുടെ എല്ലാ ആവശ്യ കാര്യങ്ങളും നടപ്പിലാക്കാൻ ഗ്രാമീണ നഗര ടൗൺഷിപ്പിന് സ്വയം പര്യാപ്തത ലഭ്യമാക്കുക. അതായത് മറ്റ് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാമത്തിനോ ഒരു നഗരത്തിനോ ആവശ്യമായിട്ടുള്ളതെല്ലാം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക. അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് പുറത്തു നിന്നും കൊണ്ടുവരണ്ടല്ലോ. അപ്പോൾ സ്വയം പര്യാപ്തത ഈ പറയുന്ന ഗ്രാമങ്ങൾക്ക്. ഉപഭോക്താവും നിർമ്മാതാവും തമ്മിലുള്ള ഇടപാടുകൾ പ്രവർത്തനക്ഷമമാക്കുക. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുകയാണ്, ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുക, അത് ഉപഭോഗം ചെയ്യുക അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നവർ നമ്മളാണല്ലോ. അപ്പോൾ നിർമ്മാതാവും ഉപഭോക്താവും തമ്മിലുള്ള ഇടപാടുകൾ എന്ത് ചെയ്യുക? വളരെ പ്രവർത്തനക്ഷമമാക്കുക. ഹൈസ്കൂൾ വിദ്യാഭ്യാസം സാങ്കേതികവും തൊഴിൽപരവുമായ പരിശീലനം നൽകുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി തന്നെ ശരിക്കും പറഞ്ഞാൽ എന്താ? വിദ്യാഭ്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. വിദ്യാഭ്യാസം, നല്ലൊരു വിദ്യാഭ്യാസം നൽകിയാൽ മാത്രമേ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രദേശം തന്നെ വളരുകയുള്ളൂ. ഇനി ഹോർട്ടിക്കൾച്ചർ, അതായത് ഈ എന്താ പറയാ, പച്ചക്കറികളും മറ്റുമൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ കോഴി വളർത്തൽ,
പന്നി വളർത്തൽ, മത്സ്യബന്ധനം, ആട് വളർത്തൽ, സോപ്പ് നിർമ്മാണം, പ്രിന്റിംഗ് പ്രസ് തുടങ്ങിയവയ്ക്ക് പ്രോത്സാഹനം നൽകി. അപ്പൊ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു കൃഷിയും അനുബന്ധ മേഖലകളും ബന്ധപ്പെട്ട് അതിന് കൂടുതൽ പ്രോത്സാഹനം നൽകുകയാണ്. കൂട്ടത്തിൽ സോപ്പ് നിർമ്മാണവും പ്രിന്റിംഗ് പ്രസ്സിനും പ്രാധാന്യം നൽകി. അപ്പോൾ ഇതാണ് നീലോക്കേരി പദ്ധതി. നീലോക്കേരി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നീലോക്കേരി എന്ന് പറയുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ന് ഹരിയാനയിലെ കർണാൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് നീലോക്കേരി പഞ്ചാബിലായിരുന്നു. ഓക്കെ, നീലോക്കേരിയുമായി ചുറ്റപ്പെട്ട് വരുന്ന 100ഓളം ഗ്രാമങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. മസ്ദൂർ മൻസിൽ എന്ന് അറിയപ്പെടുന്നു. പദ്ധതിയുടെ ഉപജ്ഞാതാവ് SK ഡേ. പദ്ധതിയുടെ ലക്ഷ്യങ്ങളെ കുറിച്ചുമൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടാമതൊരു പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ പ്രധാനമാണ്. ഇറ്റാവ പദ്ധതി 1948 അമേരിക്കൻ ടൗൺ പ്ലാനർ ആയിരുന്ന ആൽബർട്ട് മേയർ ആണ് ഇറ്റാവ പദ്ധതി ആസൂത്രണം ചെയ്തത്. ശ്രദ്ധിക്കണം, കൃഷി, സഹകരണം, പൊതുജനാരോഗ്യം എന്നീ മേഖലകളിൽ ഗ്രാമങ്ങളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1948 ഉത്തർപ്രദേശിലെ ഇറ്റാവ ജില്ലയിലെ മഹേവയിലാണ് പദ്ധതി ആരംഭിച്ചത്. വളരെ വളരെ പ്രധാനമാണ്. അപ്പോ അമേരിക്കൻ ടൗൺ പ്ലാനറായ ആൽബർട്ട് മേയർ ആണ് എവിടെ? ഉത്തർപ്രദേശിലെ ഇറ്റാവ ജില്ലയിലെ മഹേവയിൽ ഇറ്റാവ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? കൃഷി, സഹകരണം, പൊതുജന ആരോഗ്യം. കൃഷി, സഹകരണം, പൊതുജന ആരോഗ്യം, ഈ 3 മേഖലകളെ ചുറ്റിപ്പറ്റി ഗ്രാമീണ വികസനം ഉറപ്പാക്കുക. ഇറ്റാവ ജില്ലയെ നിരവധി ബ്ലോക്കുകളാക്കി തിരിക്കുകയും ഓരോ ബ്ലോക്കിലും 70,000 ജനസംഖ്യയുള്ള 64 ഗ്രാമങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, ഇറ്റാവ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ആദ്യം ഇറ്റാവ എന്ന ജില്ലയെ ബ്ലോക്കുകളാക്കി തിരിക്കുകയും ഓരോ ബ്ലോക്കിലും 70,000 ജനങ്ങൾ അടങ്ങുന്ന 64 ഗ്രാമങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി അറിയേണ്ട കാര്യമാണ് പ്രാദേശിക സഹകരണ സംഘങ്ങളും പഞ്ചായത്തുകളുമാണ് വികസനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കേണ്ടതിനാൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കി. അപ്പോൾ ശ്രദ്ധിക്കണം, ഇപ്പോഴും സഹകരണ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അല്ലെ. അതുപോലെ തന്നെ അന്നത്തെ കാലത്തും സഹകരണ സംഘങ്ങളും, അതായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജനാധിപത്യം ഏറ്റവും അടിത്തട്ടിൽ ഉറപ്പാക്കുന്ന പഞ്ചായത്തുകൾ, അവയുടെ ഭാഗമായിട്ടുള്ള ഗ്രാമസഭകൾ വഴിയൊക്കെയാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്? ജനങ്ങളുടെ പങ്കാളിത്തം ഈ പദ്ധതിയിലേക്ക് ഉറപ്പാക്കുന്നത്. ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിലേ ഒരു പദ്ധതി വിജയിക്കുകയുള്ളൂ എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. 1952 ആരംഭിച്ച കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ട് അഥവാ പ്രോഗ്രാമിന്റെ മുൻഗാമിയാണ് ഇറ്റാവ പദ്ധതി. CDP അഥവാ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ട് നിങ്ങൾക്ക് അറിയാലോ, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് അഥവാ പ്രോഗ്രാം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതിന്റെ മുൻഗാമിയായിട്ട് നമുക്ക് എന്തിനെ കാണാം? ഇറ്റാവ പദ്ധതിയെ കാണാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇറ്റാവ പദ്ധതിയുമായിട്ട് എനിക്ക് നിങ്ങളോട് പറയേണ്ടത്. 1948 ആൽബർട്ട് മേയർ ആണ് ഇവിടെ ഏതൊക്കെ മേഖലകളിലാണ് ഗ്രാമീണ വികസനം ഉറപ്പാക്കാൻ നോക്കിയത്? കൃഷി, സഹകരണം, പൊതുജന ആരോഗ്യം. ഇനി ഇതിനായിട്ട് ഇറ്റാവ ജില്ലയെ ബ്ലോക്കുകളാക്കി തിരിച്ചു. 70,000 ജനസംഖ്യ വരുന്ന 64 ഗ്രാമങ്ങളെ ഇവിടെ രൂപപ്പെടുത്തി. ഓക്കെ, അപ്പോൾ മാത്രമല്ല ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയത് കൊണ്ട് ഈ പദ്ധതി വിജയമായിരുന്നു. 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റ് അഥവാ പ്രോഗ്രാമിന് മുന്നോടിയായിട്ടുള്ള മുൻഗാമി എന്നറിയപ്പെടുന്നു ഇറ്റാവ പദ്ധതി. നമ്മുടെ നോട്ട്സ് മലയാളത്തിലാണ് കേട്ടോ. നോട്ട്സ് എല്ലാം മലയാളത്തിലാണ്. ഇംഗ്ലീഷിലെ പരീക്ഷ എഴുതുന്നവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് 1946 ഫിർക്ക വികസന പദ്ധതിയാണ്. 1946 ഫിർക്ക വികസന പദ്ധതി. അപ്പോൾ 48 നീലോക്കേരി പദ്ധതിയെക്കുറിച്ചും ഇറ്റാവ പദ്ധതിയെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഗാന്ധിജിയുടെ പ്രത്യയശാസ്ത്രത്തിൽ അഥവാ ഗ്രാമ സ്വരാജ് അതിൽ നിന്നും ഉൾക്കൊണ്ട്
പ്രചോദനം ഉൾക്കൊണ്ട് ഗ്രാമവികസനത്തിനായി മദ്രാസ് സംസ്ഥാനം 1946 ആരംഭിച്ച പദ്ധതിയാണ് ഫിർക്ക വികസന പദ്ധതി. പദ്ധതി നടപ്പിലാക്കിയ മദ്രാസ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അല്ലെ ആന്ധ്രാക്കാരനാണ് ടി പ്രകാശം. ഗ്രാമവികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ സംസ്ഥാന വകുപ്പുകളുടെ സമ്പൂർണ്ണ ഏകോപനത്തിന് പദ്ധതി ഊന്നൽ നൽകി. അപ്പോൾ ഗ്രാമവികസനവുമായി ഏർപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനം ഭരിക്കുന്നു, ടി പ്രകാശമാണ് അതിൻ്റെ മുഖ്യമന്ത്രി അല്ലെ, മദ്രാസ് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി. അവിടെ ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വകുപ്പുകളുണ്ടോ ആ വകുപ്പുകളുടെ എല്ലാം സമ്പൂർണ്ണ ഏകോപനമാണ് പദ്ധതി ഉറപ്പുവരുത്തിയത്. ശ്രദ്ധിക്കാം, കൃഷി, ഗ്രാമ വ്യവസായങ്ങൾ, ശുചിത്വം, ആരോഗ്യം ആൻഡ് പാർപ്പിടം, വിദ്യാഭ്യാസം, ഗ്രാമങ്ങളിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ അല്ലെ, അതായത് സോഷ്യൽ കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്നിവയായിരുന്നു 5 പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങൾ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിജിയുടെ പ്രത്യയ ശാസ്ത്രത്തിൽ നിന്നും ഉൾക്കൊണ്ട് മദ്രാസ് സ്റ്റേറ്റിൽ 46 രൂപപ്പെടുത്തിയ വികസന പദ്ധതിയാണ് ഫിർക്ക വികസന പദ്ധതി. അപ്പോൾ 5 പ്രധാന പ്രവർത്തന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് 1 കൃഷി, 2 ഗ്രാമ വ്യവസായങ്ങൾ, പിന്നെ ശുചിത്വം അല്ലെ, അതായത് ഗ്രാമ വ്യവസായം, അതുപോലെ ശുചിത്വം, പിന്നെ ആരോഗ്യം, പാർപ്പിടം, വിദ്യാഭ്യാസം 4. 5 എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ. ഇത് 5 പ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട്. ഗ്രാമീണ ജലവിതരണത്തിനും ആരോഗ്യ സൗകര്യങ്ങൾക്കും പദ്ധതി മുൻഗണന നൽകി. ചില പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിലും ഫിർക്ക പദ്ധതി വിജയകരമായിരുന്നു എന്നാണ് 1952 സർക്കാർ വിലയിരുത്തിയത്. കമ്മ്യൂണിറ്റി വികസന പദ്ധതികൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോജക്റ്റ് ആരംഭിച്ചപ്പോൾ ഫിർക്ക പദ്ധതി ഇതിലേക്ക് ലയിക്കപ്പെട്ടു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗാന്ധിജിയുടെ പ്രത്യയ ശാസ്ത്രം അല്ലെ, ഗ്രാമ സ്വരാജ് പ്രചോദനം ഉൾക്കൊണ്ട് 1946 മദ്രാസ് സ്റ്റേറ്റിൽ അവതരിപ്പിച്ച വികസന പദ്ധതിയുടെ പേര് ഫിർക്ക പദ്ധതി. ഇത് നടപ്പിലാക്കുമ്പോൾ മദ്രാസ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അല്ലെ പ്രകാശം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയണം, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട 5 പ്രവർത്തന മേഖലകൾ, ഈ ഒരു പദ്ധതി ഊന്നൽ നൽകിയിരിക്കുന്ന മേഖല ഏതൊക്കെയാണോ? 1 കൃഷി അല്ലെ, 2 ഗ്രാമീണ വ്യവസായങ്ങൾ അല്ലെ, 3 എന്ന് പറയുന്നത് എന്താണ്? ശുചിത്വം, ആരോഗ്യം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ഇതിനൊക്കെ വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. പിന്നെ സാമൂഹികപരമായും അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളെയൊക്കെ ഇവിടെ ഊന്നൽ കൊടുത്ത് പ്രാധാന്യം കൊടുത്ത് കൊണ്ടുവന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സോ പദ്ധതി നടപ്പിലാക്കിയ സമയത്ത് മദ്രാസ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മുൻ PSC ചോദ്യമാണ് ടി പ്രകാശം. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ പഠിക്കുന്ന ഒരു പദ്ധതിയാണ് സേവാഗ്രാം പദ്ധതി. അപ്പോൾ 1920 ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ എന്ന് അറിയപ്പെടുകയും തുടർന്ന് 1923 മഹാത്മാഗാന്ധി ഔദ്യോഗികമായിട്ട് സേവാഗ്രാം പദ്ധതി എന്ന പേര് നൽകി ആരംഭിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടത് എന്താണ്? സേവാഗ്രാം പദ്ധതിയുടെ ആദ്യകാലം എന്ന് പറയുന്നത് 1920 ആണ്. ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സംരംഭത്തെ 1923 ഔദ്യോഗികമായിട്ട് സേവാഗ്രാം പദ്ധതി എന്ന പേര് നൽകുകയായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഔദ്യോഗികമായിട്ട് സേവാഗ്രാം പദ്ധതി ഗ്രാമീണ വികസന പദ്ധതിയായിട്ട് ഉൾക്കൊണ്ട് ഗാന്ധിജിയുടെ ആശയത്തിൽ ഉരുതിരിഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗതികളിലേക്ക് നയിച്ചു. സത്യവും അഹിംസയും എന്ന തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഗ്രാമീണ വ്യവസായങ്ങൾ, മുതിർന്ന വിദ്യാഭ്യാസം, തൊട്ടുകൂടായ്മ നീക്കം, ഗ്രാമീണ ശുചിത്വം തുടങ്ങിയവ പ്രോത്സാഹിപ്പിച്ചു. ഇവിടെ എല്ലാത്തിനും കോമൺ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫിർക്ക പദ്ധതി പഠിക്കുമ്പോൾ പോലും ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആശയത്തെ ഉൾക്കൊണ്ടാണ് ഫിർക്ക പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അവിടെയും ഈ പറയുന്ന ശുചിത്വവും പൊതുജനാരോഗ്യവും വിദ്യാഭ്യാസത്തിനൊക്കെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സമൂഹത്തിലെ അധസ്ഥിത വിഭാഗത്തിന് സ്വയം ആശ്രയിക്കാനുള്ള സേവനം ലഭ്യമാക്കുക,
സ്ത്രീകളുടെ വിദ്യാഭ്യാസവും അടിസ്ഥാന വിദ്യാഭ്യാസവും സാമുദായിക ഐക്യത്തിന്റെ ആവശ്യകതയും പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ സമൂഹത്തിലെ അധസ്ഥിത വിഭാഗം എന്ന് പറഞ്ഞാൽ ഡൗൺ ടോഡൻ അഥവാ ഏറ്റവും താഴെത്തട്ടിലുള്ള അവരുടെ അവർക്ക് അവരുടേതായിട്ടുള്ള അവരുടെ ഉന്നമനം കൂടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് തൊട്ടുകൂടായ്മ നീക്കുക, അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ ഗ്രാമങ്ങളിൽ നിന്നും തുടച്ചു മാറ്റുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ഈ പറയുന്ന സേവാഗ്രാം പദ്ധതി 1923. എല്ലാ ജനങ്ങളുടെയും ക്ഷേമം കൈവരിക്കുന്ന ഒരു ജീവിത ദർശനത്തിൽ ഗാന്ധി വിശ്വസിച്ചിരുന്നു. ഇതിനെയാണ് സർവോദയ എന്ന് പറയുന്നത്, അല്ലെ? അതായത് സർവോദയ, എല്ലാ ജനങ്ങളുടെയും ഉന്നമനം, താഴെത്തട്ടായാലും മേൽജാതിയിൽപ്പെട്ടവരുടെ ആയാലും. ഓക്കെ, അപ്പോ സേവാഗ്രാം പദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ടത് ഇത്രയാണ്. അപ്പോൾ 1920 ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ എന്നറിയപ്പെട്ട ഒരു സംരംഭത്തെയാണ് സേവാഗ്രാം എന്ന ഒരു പേര് നൽകി ഒരു വികസന പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. സത്യവും അഹിംസയുമാണ് ഇവിടെ പ്രാധാന്യം നൽകിയിരുന്നത്. ഗ്രാമീണ വ്യവസായങ്ങൾ, മുതിർന്ന വിദ്യാഭ്യാസം, തൊട്ടുകൂടായ്മ നീക്കം, ഗ്രാമീണ ശുചിത്വം എന്നിവ ഇവിടെ പ്രോത്സാഹിപ്പിച്ചു. സർവോദയ എല്ലാ ജനങ്ങളുടെയും ക്ഷേമം കൈവരിക്കുക, എല്ലാ ജനങ്ങളുടെയും ഉന്നമനം ഇവിടെ ലക്ഷ്യമിട്ടിരുന്നു. സ്ത്രീ, അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യങ്ങളായാലും ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെ ആയാലും എല്ലാവരുടെയും ഉന്നമനം ഇവിടെ ലക്ഷ്യമിട്ടിരുന്നു. അടുത്തത് 1921 മാർത്താണ്ഡം പദ്ധതിയാണ്. YMCA നിങ്ങൾ കേട്ട് കാണും, യങ് മാൻ ക്രിസ്ത്യൻ അസോസിയേഷൻ. YMCAയുടെ സഹായത്തോടു കൂടി 1921 തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന മാർത്താണ്ഡം നിലവിൽ തമിഴ്നാട്ടിലാണ്. ഡോക്ടർ സ്പെൻസർ ഹാച്ച് ആണ് ഈ പദ്ധതിക്ക് ആസൂത്രണം നൽകിയത് അല്ലെങ്കിൽ വിഭാവന ചെയ്യുന്നത്. മാനസികവും ആത്മീയവും ശാരീരികവും സാമ്പത്തികവും സാമൂഹികവുമായ വികസനം വളരെ പ്രധാനമാണ്. മുൻകാല PSC ചോദ്യമാണ്. മാനസികവും അതുപോലെ ആത്മീയവും ശാരീരികവും സാമ്പത്തികവും സാമൂഹികവുമായ ഒരു വികസനമാണ് ഈ പദ്ധതി മുന്നോട്ട് വച്ചിട്ടുള്ളത്. വളരെ മനുഷ്യന്റെ ഇമോഷൻസിന് പ്രാധാന്യം നൽകുന്നുണ്ട്. മാനസികമായി, ആത്മീയമായി, അതുപോലെ ഫിസിക്കലി ശാരീരികമായി, സാമ്പത്തികമായി, സാമൂഹികമായി. ഓക്കെ, മാർത്താണ്ഡത്തെ ഗ്രാമീണ പുനർനിർമ്മാണ കേന്ദ്രത്തിൽ തേനുൽപാദനം, കുടിൽ വ്യവസായങ്ങൾ അഥവാ കോട്ടേജ് ഇൻഡസ്ട്രീസ്, കന്നുകാലികൾ കാറ്റിൽസ്, കോഴി വളർത്തൽ, വിത്ത് ഉൽപാദനം തുടങ്ങിയവയ്ക്ക് പരിശീലനം നൽകിയിരുന്നു. അതുപോലെ മുട്ട വിൽപ്പന ക്ലബ്ബ്, തേൻ ക്ലബ്ബ്, സീഡ് ക്ലബ്ബ്, അത് വിത്ത് ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് നെയ്ത്തുകാരുടെ ക്ലബ്ബ് തുടങ്ങി വിവിധ ക്ലബ്ബുകൾ പരിപാടിക്ക് കീഴിൽ സംഘടിപ്പിച്ചു. അപ്പൊ ഇവിടെ വളരെ പ്രധാനം എടുത്ത് പറയട്ടെ, തേൻ ഉൽപാദനത്തിനും അതുപോലെ തന്നെ വിത്ത് ഉൽപാദനത്തിനൊക്കെ പ്രാധാന്യം നൽകുകയും ആ ഉൽപാദനം നടന്നതിന് ശേഷം അത് വിൽക്കുന്നതിന് വേണ്ടി ഓരോ ക്ലബ്ബുകൾ, തേൻ ക്ലബ്ബ്, വിത്ത് ക്ലബ്ബ് അഥവാ സീഡ് ക്ലബ്ബുകളൊക്കെ രൂപവൽക്കരിക്കപ്പെട്ടിരുന്നു. ജനങ്ങളുടെ ക്ഷേമത്തിനായി സർക്കാരിനെ ആശ്രയിക്കുന്ന ഗ്രാമീണ ജനതയുടെ മനോഭാവം ഈ പരിപാടി വിജയകരമാക്കി മാറ്റി. പരസ്പര സഹകരണത്തിലൂടെയും സ്വയം സഹായത്തിലൂടെയും ജീവിത മാറ്റത്തിനുള്ള ആഗ്രഹം ജനങ്ങളിൽ സൃഷ്ടിച്ചു. അപ്പോൾ മാർത്താണ്ഡം പദ്ധതി വൻ വിജയമായിരുന്നു. മാർത്താണ്ഡം പദ്ധതിക്ക് നേതൃത്വം നൽകിയത് സ്പെൻസർ ഹാച്ച്. അപ്പോൾ മാർത്താണ്ഡം പദ്ധതി 1921 മാർത്താണ്ഡം പദ്ധതിക്ക് വിഭാവന നൽകിയത് സ്പെൻസർ ഹാച്ച്. തമിഴ്നാട്ടിലെ അന്നത്തെ തിരുവിതാംകൂറിന്റെ ഭാഗം, ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ മാർത്താണ്ഡത്തില് എന്തൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൃഷി അനുബന്ധ മേഖലകൾ അല്ലെ, അതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. കന്നുകാലികളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, തേനുൽപാദനം, വിത്തുൽപാദനം, ഇവയുമായി ബന്ധപ്പെട്ട ക്ലബ്ബുകൾ അല്ലെ, വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ സഹകരണം ഇവിടെ ഉണ്ടായിരുന്നു ഈ പദ്ധതിക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി വിജയകരമായി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ശ്രീനികേതൻ ഗ്രാമീണ പുനർനിർമ്മാണ പരിപാടി 1921. എന്താണ് ശ്രീനികേതൻ ഗ്രാമീണ പുനർനിർമ്മാണ പരിപാടി 1921?
ഗ്രാമവികസനത്തിന്റെ ഭാഗമായി രവീന്ദ്രനാഥ് ടാഗോർ പശ്ചിമ ബംഗാളിലെ ശ്രീനികേതനിൽ ആരംഭിച്ച പദ്ധതിയാണിത്. എടുത്തു പറയുന്നുണ്ട് ഈ പറയുന്ന ഗ്രാമീണ വികസന പദ്ധതികൾ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പഠിച്ചു സേവാഗ്രാം പദ്ധതി ഗാന്ധിജിയുടെ, അതുപോലെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ പദ്ധതിയെ കുറിച്ച് സിലബസിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. അതാണ് ശ്രീനികേതൻ പദ്ധതി എന്ന് പറയുന്നത്. ഇതിനായിട്ട് ഗ്രാമീണ പുനർനിർമ്മാണ കേന്ദ്രം എവിടെ? ശ്രീനികേതനിൽ, പശ്ചിമ ബംഗാളിലെ ശ്രീനികേതനിൽ രവീന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ചിരുന്നു. ഗ്രാമീണ സമൂഹത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, ധാർമ്മിക പുനരധിവാസം എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മലേറിയ രോഗത്തെ ഉന്മൂലനം ചെയ്തു. ഇത് വളരെ പ്രധാനമാണ്. നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ട ഗ്രാമീണ വികസന പദ്ധതിയിൽ മലേറിയ ഉന്മൂലനം നടപ്പിലാക്കപ്പെട്ട പദ്ധതിയുടെ പേരാണ് ശ്രീനികേതൻ ഗ്രാമീണ പുനർനിർമ്മാണ പരിപാടി. കൃഷിയുടെ പുതിയ രീതികൾ, പുതിയ ഇനം പശുക്കൾ, കോഴി വളർത്തൽ, ഗ്രാമീണ കരകൗശല വസ്തുക്കൾ എന്നിവ അവതരിപ്പിച്ചു. ഇതൊക്കെ എന്തിനാണ്? ഗ്രാമീണ ജനതയുടെ സെൽഫ് സഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരുടെ സ്വയം സേവനത്തിലൂടെ സൃഷ്ടിച്ചെടുക്കുക. ഓക്കെ, അതാണല്ലോ വേണ്ടതും. ഇനി ബാക്കി വരുന്നത് ഗ്രാമങ്ങൾക്ക് വിൽക്കാം അല്ലെ, മറ്റ് നഗരങ്ങളിൽ ചെന്ന് വിൽക്കാം അല്ലെ. ഇനി ഗ്രാമീണ കുട്ടികൾക്കും മുതിർന്നവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം തുറന്നു കൊടുത്തു. കൂടാതെ പ്രദർശനങ്ങളിലൂടെ പുതിയ കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് ഗ്രാമീണരെ ബോധവൽക്കരിച്ചു. പുതിയ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ പുതിയ ഉപകരണങ്ങൾ, ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉപകരണങ്ങൾ എന്ത് ചെയ്തു? ഗ്രാമീണ ജനതകളെ അവരുടെ മുന്നിൽ അവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രദർശനങ്ങൾ നടത്തിയിരുന്നു അന്നത്തെ കാലത്ത്. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ 1921 ശ്രീനികേതൻ ഗ്രാമീണ പുനർനിർമ്മാണ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത്. പശ്ചിമ ബംഗാളിലെ ശ്രീനികേതനിലാണ് ഈ പറയുന്ന ഗ്രാമീണ പുനർനിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത്? രവീന്ദ്രനാഥ് ടാഗോർ ആരംഭിക്കുന്നത്. ഗ്രാമീണ സമൂഹത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, സോഷ്യലി, എക്കണോമിക്കലി, ധാർമ്മിക പുനരധിവാസമാണ് ഇവിടെ ഉറപ്പുവരുത്തിയത്. മാത്രമല്ല മലേറിയ രോഗത്തെ ആദ്യഘട്ടത്തിൽ ഉന്മൂലനം ചെയ്തു. കൃഷിയുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിൽ കൂടുതൽ പ്രാധാന്യം നൽകി. പുതിയ കാർഷിക ഉപകരണങ്ങളെ പ്രദർശനം നടത്തി ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിച്ചു. ഓക്കെ, ഇതൊക്കെയാണ് അത് മാത്രമല്ല വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിക്ക പദ്ധതികളും അത് തന്നെയാണ്, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഗുഡ്ഗാവ് പദ്ധതിയാണ്. 1920 ഗുഡ്ഗാവ് പദ്ധതിയാണ് ഇനി നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് FL ബ്രെയിൻ ആണ്. അതായത് നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ, അതായത് ഗുർഗാവ് ജില്ല, ഇന്നത്തെ ഹരിയാനയിലെ ഗുർഗാവ് ജില്ലയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നു ആര്? FL ബ്രെയിൻ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓരോ പരിപാടികളിലും ഗ്രാമവാസികൾ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ ആ നിമിഷം വരെ വിജയം പ്രതീക്ഷിക്കാനാവില്ല. ജനങ്ങളെ സഹകരിക്കുകയും സഹായിക്കുകയും നയിക്കുകയും ചെയ്യുക എന്നതാണ് സർക്കാർ ജീവനക്കാരുടെ കടമ എന്ന് അവകാശപ്പെട്ടത് FL ബ്രെയിൻ ആണ്. സോ വളരെ പ്രധാനം. ആദ്യം മുതലേ ഞാൻ പറയുന്നുണ്ട്, ഓരോ പദ്ധതിയുടെയും വിജയം ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെയാണ്. അപ്പൊ ഇവിടെ അത് കൃത്യമായി നിരീക്ഷിച്ച 1920 FL ബ്രെയിൻ പറഞ്ഞിരിക്കുകയാണ്, ഓരോ പരിപാടികളിലും ഗ്രാമവാസികൾ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ ആ നിമിഷം വരെയും ആ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പരാജയം തന്നെയാണ്. ജനങ്ങളെ സഹകരിക്കുകയും സഹായിക്കുകയും നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത്. FL ബ്രെയിൻ ആണ് ഇത് അഭിപ്രായപ്പെട്ടത്. അധ്വാനത്തിന്റെയും സ്വയം സഹായത്തിന്റെ മഹത്വത്തിന് പദ്ധതി ഊന്നൽ നൽകി. പദ്ധതിയും ഗ്രാമവാസികളും തമ്മിലുള്ള കണ്ണിയായി പ്രവർത്തിക്കാൻ ആദ്യമായി വില്ലേജ് ഗൈഡിനെ നിയമിക്കുകയും, ശ്രദ്ധിക്കണം, മലേറിയ ഉന്മൂലനം ശ്രീനികേതനാണെങ്കിൽ വില്ലേജ് ഗൈഡ് എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് ഗുഡ്ഗാവ് പദ്ധതിയിലാണ്. ഓക്കെ, ഗുഡ്ഗാവ് പദ്ധതി, നമ്മൾ ഗുഡ്ഗാവ് എന്ന് പറയും, ഇംഗ്ലീഷിൽ ഗുർഗാവ് എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലെ, പക്ഷെ പ്രൊനൗൺസിയേഷൻ ഗുഡ്ഗാവ് ജില്ല, ഹരിയാന, ഇന്നത്തെ ഹരിയാന. ഓക്കെ, ഇനി ആരോഗ്യം, കാർഷിക ഉൽപാദനം എന്നിവയിൽ ഗ്രാമീണർക്ക് അടിസ്ഥാന സേവനങ്ങൾ നൽകുന്നതിന് വില്ലേജ് ഗൈഡുകൾക്ക് പരിശീലനം നൽകി. അതായത് ഈ പദ്ധതിയും ഗ്രാമവാസികൾക്കും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ, അതായത് സർക്കാരിന്റെ പദ്ധതിയിൽ ഗ്രാമവാസികളെ കൂടുതൽ
ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വില്ലേജ് ഗൈഡ് ഒരു കണ്ണിയായിട്ട് പ്രവർത്തിച്ചു. സർക്കാരിന്റെ എന്തൊക്കെയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് അത് കൃത്യമായി ഗ്രാമവാസികളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കണ്ണിയായിട്ട് ആര് പ്രവർത്തിച്ചു? നമ്മുടെ വില്ലേജ് ഗൈഡുകൾ പ്രവർത്തിച്ചു. അപ്പോൾ ഗുഡ്ഗാവ് പദ്ധതി 1920 ഇതിന്റെ ഉപജ്ഞാതാവ് FL ബ്രെയിൻ ആണ്. അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ഗുഡ്ഗാവ് അഥവാ ഗുഡ്ഗാവ് ജില്ല. ഓക്കെ, ഈ പറയുന്ന വില്ലേജ് ഗൈഡുമായി ബന്ധപ്പെട്ട് വരുന്ന പദ്ധതി എന്ന് ചോദിച്ചാൽ ഗുഡ്ഗാവ് പദ്ധതിയാണ്. ഇനി നമ്മൾ ഇതെല്ലാം വികസന പദ്ധതികളാണ്. വിവിധ വികസന പരിപാടികളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് ഗ്രാമത്തിലെ ഒരു പ്രേരകൻ എന്ന നിലയിൽ സ്കൂൾ അധ്യാപകന്റെ പങ്കും ഇവിടെ ഈ പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. ഗ്രാമവാസികളിൽ മേൽ പദ്ധതി അടിച്ചേൽപ്പിക്കപ്പെട്ടതായി അവർ കരുതിയതിനാൽ നല്ല ഫലങ്ങൾ പദ്ധതിയിലൂടെ സംഭവിച്ചില്ല. ഗ്രാമവാസികളുടെ പങ്കാളിത്തം പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ടാണ് ഈ പറയുന്ന FL ബ്രെയിൻ പറഞ്ഞത് ഗ്രാമവാസികളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ സഹകരണം ഇല്ലാതെ ഒരു പദ്ധതിയും വിജയിക്കുകയില്ല. ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, ഇത്രയും നമ്മൾ വികസന പദ്ധതികളെ കുറിച്ചാണ് പഠിച്ചത്. എന്നാൽ ഗ്രാമീണ വികസനവുമായി ബന്ധപ്പെട്ട് 1914-18 കാലഘട്ടത്തിൽ മൈസൂരിൽ നടന്ന സാമ്പത്തിക സമ്മേളനം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. മൈസൂർ സംസ്ഥാനത്തിന്റെ ദിവാനായിരുന്നു MS വിശ്വേശ്വരയ്യ. മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ നിങ്ങൾ കേട്ട് കാണും. ഇദ്ദേഹമാണ് സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിനായി കൃഷിക്ക് സമ്മേളനം മുൻഗണന നൽകി. വികസന ആവശ്യങ്ങൾ സർവേ ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുമായി ജില്ലയിലെയും താലൂക്കിലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിവിധ കമ്മിറ്റികൾ രൂപവത്കരിച്ചു. നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ വികസന പദ്ധതികൾ സൃഷ്ടിക്കും മുന്നേ തന്നെ 1914-18 കാലഘട്ടത്തിൽ ഗ്രാമീണ വികസന സമ്മേളനം നടന്ന സ്ഥലമാണ് മൈസൂർ. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മൈസൂരിന്റെ ദിവാനായിരുന്ന മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യ. ഈ ഒരു കാര്യത്തെക്കുറിച്ചും കൂടി നമ്മൾ കൃഷിക്കാണ് പ്രാധാന്യം നൽകിയത്. ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഈ ഒരു ക്ലാസിന്റെ നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നൽകും. M Favor Kerala PSC സെർച്ച് ചെയ്യുക, ജോയിൻ.